കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ നമുക്ക് ഒരുമിച്ച് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എല്ലാവർക്കും ഉള്ള വന്ദനത്തെ ഞാൻ ഒരു പ്രാവശ്യം അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് രാവിലെ വീണ്ടും നമ്മുടെ പ്രാർത്ഥനാ സെക്ഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് ദൈവത്തോടെ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. പൂർണ്ണമായിട്ട് സൗഖ്യമാക്കുന്നവൻ്റെ കർത്താവ് അവരുടെ മേൽ തുറക്കുമാറാകട്ടെ. ഈ വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യമാണ്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായി വളരുന്ന ഒരു വളർച്ച ക്രമീകൃതമായി പറഞ്ഞ് ദൈവസന്നിധിയിൽ അവസാനിപ്പിച്ച ശേഷം ദൈവം നമ്മളെ വളർത്തുന്ന വളർച്ചയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? എന്താണ് റോമാലേഖനത്തിൽ പൗലോസിൻ്റെ വിഷയം? പൗലോസിൻ്റെ വിഷയം ദൈവം തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതായത് നമ്മെ കർത്താവിനെ പോലെ ആക്കുവാനായിട്ട് പിതാവാം ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു. ഇനി നാം എന്താ പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമാണ്, പ്രതികൂലം ഇനി ആരുമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നമ്മുടെ വിശ്വാസമാണ് പ്രശ്നം. സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്നിട്ട് താഴെ പൗലോസ് പറയുകയാണ്, നമുക്ക് വേണ്ടി ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ ആരാണ് വേർതിരിക്കുന്നത്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതൊന്നും നമ്മളെന്ത് ചെയ്യില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കില്ല. അപ്പം അത്രയും ആഴമാണ് ക്രൂശിൻ്റെ വെളിപ്പാട് ഒരു വ്യക്തിയുടെ അകത്ത് വരുന്ന ദൈവസ്നേഹം. ഈ അനുഭവിക്കുന്നതിനെല്ലാം അവൻ ജയിച്ചിരിക്കും. കഷ്ടതയെ, സങ്കടത്തെ, ഉപദ്രവത്തെ, പട്ടിണിയെ, നഗ്നതയെ, ആപത്തിനെ, വാളിനെ, ഇതിനെ ജയിക്കുന്നത് നമ്മുടെ അകത്ത് വരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്താലാണ്. കാൽവറിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകലതിനെയും ജയിക്കാൻ നിങ്ങളുടെ അകത്ത് ദൈവാത്മാവ് ഒരു കരുത്ത് പകരും. കർത്താവ് പറയുകയാണ്, ഇവിടെ പൗലോസ് പറയുകയാണ്, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ അറുക്കുവാനുള്ള ആടുകളെപ്പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്ക് പൗലോസ് പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ പ്രഭാതത്തിൽ, പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൻ്റെ സമാപന ദിവസമായ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ വാക്യം ഒന്ന് പറയാം. ഞങ്ങളെ കർത്താവ് വിളിച്ചത് ജയിക്കാനാണ്. കർത്താവ് ഞങ്ങളെ വിളിച്ചത് പരാജയപ്പെടാനല്ല, ജയിക്കാനാണ്. ഒന്ന് അതരം തുറന്നത് പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. നമ്മളെ ജയിപ്പിക്കുന്നവൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. അല്ല, ജയിച്ചവൻ നമ്മുടെ അകത്തിരിക്കുന്നുണ്ട്. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കണേ. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. ഇനി വാക്യം 38, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പിക്കുവാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര ഗൗരവമായി, എത്ര കൃത്യമായി, എത്ര കണിശമായി പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുകയാണ്, ഞങ്ങൾ സാധാരണക്കാരല്ല. ഞങ്ങളെ തൊട്ടിരിക്കുന്ന ദൈവസ്നേഹം സാധാരണ സ്നേഹമല്ല. എന്തിൻ്റെ നടുവിലും ഞങ്ങളെ ബലത്തോടെ നിർത്തുന്നതാണ്. എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നാൽ ആ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുവാൻ ഞങ്ങളെ കരുത്തരാക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഉടമസ്ഥരാണ് ഞങ്ങൾ. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ സമയം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടവനെ തിരിച്ചു പിടിക്കുവാൻ ദൈവം നമ്മുടെ മേൽ തന്ന കൃപകളെക്കുറിച്ച് തൊട്ടുതാഴെ പരിശുദ്ധാത്മാവെന്നെ ഞാൻ ഓർപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആദ്യം നമുക്ക് പറയണം, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരാണ്. ഞങ്ങൾക്കിതിലെല്ലാം ജയമുണ്ട്. ആ വാക്യം നിങ്ങൾ ധ്യാനിച്ച് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. ഈ വാക്യം നിങ്ങളൊന്ന് ധ്യാനിച്ച്, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും, നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും നിങ്ങളെ സ്നേഹിച്ച ക്രിസ്തു മുഖാന്തരം
നിങ്ങൾക്ക് ജയമുണ്ട്. ഒന്ന് പറയാമോ ഈ വാക്യം? നിങ്ങൾക്കൊന്ന് പറയാമോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം ഏത് സാഹചര്യത്തിലും ജയം നിങ്ങളുടെ അവകാശമാണ്. കാരണം ജയിച്ചവനാണ് നിങ്ങളുടെ അകത്ത് വാഴുന്നത്. ഇനി നിങ്ങളുടെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് ഈ വചനം ധ്യാനിച്ച് 1 മിനിറ്റ് വരെ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ചു. ഷഖനദന ഘടകമന. ഏതവസ്ഥയിലും നിന്നെ ജയിപ്പിക്കുന്ന കർത്താവിന്റെ കരമിന്റെ കൂടെയുണ്ട്. റൂബാരാബാന ഷഖരാദരാദരാര ഘടകദനം റഖബാരബ ശംദൽ ഫൗഡബന ഘടകദനം അത് നിങ്ങൾ തുറന്ന വചനം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കണം. വചനം നിങ്ങൾ ധ്യാനിച്ച് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അസാധാരണ ശക്തിയുണ്ട് കേട്ടോ. ശാലാദന. വചനം ജീവനുള്ളതാണ്, വചനം ആത്മാവാണ്, വചനം വാളാണ്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഏത് സാഹചര്യത്തിലും കയറിയിരിക്കുന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റെന്തെങ്കിലും സംസാരം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഓഡിയോ ഓൺ ചെയ്യരുത്. ഞാൻ സാധാരണഗതിയിൽ ഈ പ്രാർത്ഥന നമ്മുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കും 100 ചില്ലാൻ പേര് വെച്ച് ഈ പ്രാർത്ഥന കയറി കൂടുന്നു. പലരും ആ ഡ്രീംസ് എന്നുള്ള പ്രാർത്ഥന സെക്ഷൻ കേട്ട് എന്നെ കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നലെ വരെ എന്നെ പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് തിരിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവർക്ക് ഓൺലൈൻ പ്രേയറിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിരുന്നു. അവർ കയറിയിട്ടോ എന്നറിയില്ല. അപ്പോൾ ആരോ ഇതിനകത്ത് ഇപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നടന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. പെട്ടെന്ന് ആരോ കണ്ടപ്പോൾ സംസാരിക്കുന്നത് കേട്ടു. നിങ്ങളുടെ ഭവനങ്ങളിൽ മറ്റെന്തെങ്കിലും ശബ്ദമുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ ഓഡിയോ ഓൺ ചെയ്യരുത്. എൻ്റെ ആഗ്രഹം നിങ്ങളൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അവിടെയാണ് ഇതെല്ലാം തുറന്നു വരുന്നത്. പക്ഷേ എന്നാലും സാരമില്ല, നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ അകത്തുണ്ടായിരിക്കേണ്ട ഒരു നിർണയം, പ്രാർത്ഥനയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വെളിപ്പാടിൽ കടന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടങ്ങളെ തിരിച്ചു പിടിക്കുവാൻ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് അധികാരം പകർന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണിത്. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. നമുക്ക് ഈ ചരിത്രം അറിയാം. 4 രാജാക്കന്മാർ വന്ന് 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയപ്പോൾ അബ്രഹാം കേട്ടപ്പോൾ, തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി അബ്രഹാം കേട്ടപ്പോൾ, അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ഈ അഭ്യാസികളുടെ പ്രത്യേകത, 4 രാജാക്കന്മാർ വന്നപ്പോൾ 5 രാജാക്കന്മാർ തോറ്റുപോയ അത്രയും ബലവാന്മാരായ 4 രാജ്യങ്ങളെ പരാജയപ്പെടുത്തുവാൻ കരുത്തുള്ള പോരാളികളായിരുന്നു ഈ 318 പേർ. അതിവരുടെ കഴിവ് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു വിശുദ്ധൻ്റെ കുടുംബത്തിൽ, വിളികെട്ടവൻ്റെ കുടുംബത്തിൽ,
ദൈവശബ്ദം കേട്ടവൻ്റെ കുടുംബത്തിൽ വളരുന്നവരെ വളർത്തുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. 2, അവരൊരു അപകടത്തിൽ ആയാൽ, അവരൊരു വേദനയിലായാൽ, അവരൊരു പ്രശ്നത്തിലായാൽ അവർ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സ്വർഗീയ സൈന്യമുണ്ട്. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സഹോദര കുടുംബങ്ങളിൽ നിന്ന്, നിങ്ങളുടെ തലമുറകളിൽ നിന്ന്, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഘടകങ്ങൾ, ദുഷ്ടനാകുന്ന പിശാച്, പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ശക്തി വൈഭവത്താൽ അവൻ ചോർത്തിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ അവനെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അധികാരിയായി, തിരിച്ചു പിടിക്കുവാനുള്ള ഒരു അവകാശിയായി, തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാളിയായി കർത്താവ് നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 1, നിൻ്റെ അകത്ത വളർച്ച മടക്കണം. നിൻ്റെ അകത്ത വളർച്ച മടക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കണ്ടോ, പിശാചിനും അവൻ്റെ സൈന്യത്തിനും അവൻ്റെ ശക്തികേന്ദ്രങ്ങൾക്കും ജയിക്കാനുള്ളവനല്ല നീ. നിൻ്റെ തലമുറയെ, നിൻ്റെ ഭർത്താവിനെ, നിൻ്റെ ഭാര്യയെ, നിൻ്റെ കുഞ്ഞുങ്ങളെ, നിൻ്റെ സമ്പത്തിനെ, നിൻ്റെ ബിസിനസ്സിനെ, നിൻ്റെ ആരോഗ്യത്തെ പിശാചിനെ എടുക്കുവാനുള്ള കൊള്ള മുതലായിട്ടല്ല ദൈവാത്മാവ് വെച്ചിരിക്കുന്നത്. മറിച്ച് ബലാത്കാരികൾ ദൈവരാജ്യം ബലാത്കാരം ചെയ്യുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അവകാശം അവൻ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നതിനാൽ ഇന്ന് രാത്രി ബലത്തോടെ പ്രാർത്ഥിച്ചാൽ, ഇന്ന് രാവിലെ ബലത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി നിനക്ക് പ്രാപിച്ചെടുത്ത് ആ പ്രാപിച്ച ശക്തിയാൽ നഷ്ടങ്ങൾ മൊത്തം തിരിച്ചു പിടിക്കാം. കണ്ടോ, യോഹന്നാൻ സ്നാപകന്റെ കാലഘട്ടം മുതൽ ഇന്നുവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. നിന്റെ അകത്ത് വീര്യം ഉണ്ടാകണം. നിന്റെ അകത്തിരിക്കുന്നവൻ മരണത്തെ ജയിച്ചവനാണ്. നിന്റെ അകത്തിരിക്കുന്നവൻ പാതാളത്തെ ജയിച്ചവനാണ്. കാൽവറിയെ ജയിച്ചവനാണ്. ഓ റാബാന ശസ്കനാഥന, അവൻ നമ്മുടെ മുഴു പാപത്തെയും മുഴു രോഗത്തെയും ശാപത്തെയും വഹിച്ച് കാൽവറിൽ അവനെ ചുമന്നൊഴിച്ച് മരണത്തെയും പാതാളത്തെയും കല്ലറിയെയും തുറന്ന് ജയിച്ചെഴുന്നേറ്റ് വന്ന, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച് ഇതിൻ്റെ മേൽ ജയിച്ചവനാണ് നിന്റെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ പറയണം, ഞാൻ ഒരു ജയാളിയാണ്, എൻ്റെ കുടുംബം ജയിച്ചിരിക്കും, എൻ്റെ കുടുംബം. ഇത് നിങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ ആൾക്കാരുടെ പ്രത്യേകത, നമ്മൾ ഈ പ്രാർത്ഥനകളെ കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഈ വ്യക്തി അവന് പ്രാർത്ഥിക്കും, വിടുതലുണ്ടാകാം. പക്ഷെ നിന്നെയാണ് ദൈവം ജയിക്കാൻ വിളിച്ചിരിക്കുന്നത്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അബ്രഹാമിനെ അപ്പുറത്തെ സൈന്യത്തെ ആശ്രയിക്കാമെന്നല്ല വിചാരിച്ചത്, തിരിച്ചു പോകാമെന്നല്ല വിചാരിച്ചത്. കഴിഞ്ഞ ചില മാസങ്ങളായി എൻ്റെ അകത്ത്, എൻ്റെ കുടുംബത്തെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസികളുടെ പ്രത്യേകത, ഏത് രാജ്യത്തെയും പിടിച്ചടക്കുവാൻ ഇവർ കരുത്തുള്ളവരാണ്. അങ്ങനെ ഒരു ആത്മമനുഷ്യൻ നിന്റെ അകത്ത് പണിയപ്പെടുന്നുണ്ട്. എത്ര പേർ അവൻ ആമയം പറയുമെന്ന് എനിക്കറിയില്ല, എത്ര പേർ ആമയം പറയുമെന്ന് എനിക്ക് ഉറപ്പില്ല. നഷ്ടങ്ങളെ മുഴുവൻ തിരിച്ചു പിടിക്കുന്ന, ഏത് യുദ്ധത്തെയും ജയിക്കുവാൻ കരുത്തുള്ള ഒരു ആത്മമനുഷ്യൻ നിങ്ങളുടെ അകത്തുണ്ട്. 1-2 മിനിറ്റ് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആത്മമനുഷ്യനെ സജീവമാക്കുവാൻ ദൈവാത്മാവോട് പ്രാർത്ഥിച്ച ശേഷം എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് വിടുതൽ ആവശ്യമുള്ളത്, എവിടെയൊക്കെയാണോ നഷ്ടങ്ങൾ വന്നിരിക്കുന്നത്, അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ, അതിലേക്ക് നോക്കി കൽപ്പിക്കുവാൻ കരുത്തുള്ളവരായി മാറുക. മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത്, എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. അവസ്ഥകൾ കണ്ട് തകർന്നു നിൽക്കാനല്ല, അവസ്ഥകൾ കണ്ട് പതറി നിൽക്കാനല്ല. ഓ റാബാൻ, നമ്മുടെ അകത്ത് വളരുന്ന ഒരു ആത്മമനുഷ്യനുണ്ട്.
ധീര പ്രൗഢവന ഋഗക്ഷസ്കനാതിരാധന പ്രൗഢവന ഘടകധന ഘടകധന വേദ പ്രൗഢവന ഘടകധന ഋഗക്ഷസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആത്മതലത്തിനകത്തുള്ള ഒരു വെളിപ്പാടുണ്ട്. നമ്മൾ കടന്നു പോകുന്ന ജീവിത വഴി യാത്രയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ദുർദിവസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ ദുർദിവസങ്ങളുണ്ട്. അത് ഈ ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ബന്ധത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ദുർദിവസങ്ങളുണ്ട്. അപ്പം ദുർദിവസങ്ങളിൽ നിങ്ങൾ ആ ദിവസങ്ങളെ എതിർക്കുവാൻ, നിന്റെ വീട്ടിൽ ആ ദിവസം വേണ്ട, ആ ദിവസത്തിൽ നിനക്ക് ഉറച്ചു നിൽക്കാൻ പറ്റണം. നീയാണ് അവിടെ ജയിക്കേണ്ടത്. അയ്യോ അങ്ങനെ വന്നു പോയല്ലോ, ഞങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ വന്നു കേട്ടോ, അയ്യോ എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടോ, ഞങ്ങളുടെ കൊച്ച് അങ്ങനെ ആയിട്ടോ എന്നൊക്കെയുള്ള, ഞാൻ ഈ പറയുമ്പോൾ ടോ എന്ന് പറഞ്ഞ തൃശ്ശൂർ ഭാഷയാണ് കേട്ടോ. അപ്പം എല്ലാ വാക്കും പറഞ്ഞ് അവസാനിപ്പിക്കും. ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സിസ്റ്റം തൃശ്ശൂരുണ്ടെന്ന് പറഞ്ഞ് പണ്ടൊരാളൊരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓ അത് സാരമില്ല, അങ്ങനെ സംഭവിച്ചു, അതിപ്പോൾ വേറെ, ദൈവം അതങ്ങനെ എഴുതിയിരിക്കുന്നതാണ്. അല്ല, പിന്നെ അവരെന്ത് ചെയ്യുന്നു? അവർ മറ്റു പലരെ ആശ്രയിക്കുകയാണ്. ഇങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരാം, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിനകത്ത് വരാം. പക്ഷേ ആ ദിവസത്തെ അതിജീവിക്കുവാനാണ് കർത്താവ് നമുക്ക് കർത്താവിൻ്റെ വചനത്താലുള്ള വളർച്ച നൽകുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അന്ധകാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. അപ്പം ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ സ്വാധീനിക്കുന്ന ദുർദിവസങ്ങളുമായിട്ട് വരുന്നത്. ഈ ദുർദിവസത്തെ ജയിക്കണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ വേൾഡിലേക്ക്, സ്പിരിച്വൽ റിലത്തിലേക്ക് നിങ്ങൾ ദൈവാത്മാവിനാൽ പ്രവേശിക്കണം. പല റീലങ്ങളുണ്ട് ഇവിടെ. സ്പിരിച്വൽ റിലത്തിൽ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന ഡെവിളിഷ് റിലങ്ങളുണ്ട്, പൈശാചിക റിലങ്ങളുണ്ട്. പൈശാചിക റില നിങ്ങളുടെ മേലെ അധികാരത്തോടെ നിൽക്കുന്നിടത്തോളം, നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അതുണ്ടാക്കുന്ന ദുർദിവസങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച്, നിങ്ങൾ അരയ്ക്ക് സത്യം കിട്ടി, നീതി എന്ന കവചം ധരിച്ച്, ഞാൻ നാളെ പറയാം കേട്ടോ, ഇത് നീതി എന്ന കവചം ധരിച്ച് നിങ്ങൾ സമാധാന സുവിശേഷത്തിന് ഒരുക്കം കാലിലെ ചെരുപ്പാക്കി,
ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട്, സുവിശേഷം കാലിന് ചെരുപ്പാക്കിക്കൊണ്ട്, രക്ഷയെന്ന ശിരസ്ത്രം ധരിച്ച്, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളെടുത്തുകൊണ്ട് നിങ്ങൾ സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി മാറിയാൽ ദുർദിവസവുമായി വരുന്ന പിശാചിൻ്റെ അവസാനത്തെ പദ്ധതിയും പൊളിക്കുവാൻ ദൈവാത്മാവ് നിന്നെ അധികാരമുള്ള വ്യക്തിയാക്കി മാറ്റും. നീ പരാജയപ്പെടുകയല്ല, നീ ജയിച്ചിരിക്കും, നീ ജയിച്ചിരിക്കും, നീ ജയിച്ചിരിക്കും. ആത്മാവിൻ്റെ വാള് അവൻ നിന്റെ കയ്യിൽ തന്നിരിക്കും. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് വിശദീകരണം തരാനായിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലങ്ങളെക്കുറിച്ചാണ്. അന്ധകാരത്തിൻ്റെ ലോകാധിപതികളും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളും പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ചതുർവിധ ശക്തികൾ പല തലങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആത്മതലത്തിനകത്തുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ജയാളികളാക്കി ദുർദിവസങ്ങൾ അവർ സന്തോഷ ദിവസങ്ങളാക്കി മാറ്റുകയാണ്. അവർ അവനെ ആനന്ദമാക്കി മാറ്റുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ പ്രഖ്യാപിച്ച് പ്രാർത്ഥന സെക്ഷൻ അവസാനിപ്പിക്കാം. എൻ്റെ കുടുംബം ദുർദിവസത്തിൽ പെടാനുള്ള കുടുംബമല്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആരൊക്കെയാണുള്ളത്? ഭർത്താവ്, ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, മാതാവ്, പിതാവ്. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ മനസ്സിനകത്ത് കൊണ്ടുവന്നേ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ദുർദിവസം, ഒരു ദുർകാര്യം ഉണ്ടാകാൻ അനുവദിക്കാൻ പാടില്ല. അത് സമ്പത്തിൻ്റെ മേലോ രോഗത്തിൻ്റെ മേലോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിനകത്തുള്ള ഓരോ അവസ്ഥകൾ പറയുകയായിരുന്നു. ഇന്ന കുടുംബത്തിലെ പ്രശ്നമിന്നമാണ്, ഇന്ന കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്. ഇല്ല, ഒരു കുടുംബത്തിനകത്തെയും ദുർദിവസം ബാധിക്കാൻ ഇടവരാതെ വണ്ണം കുടുംബങ്ങളുടെ മേൽ വീണ് കിടക്കുന്ന എല്ലാ മേഖലകളെയും പൊട്ടിച്ചു മാറ്റാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ ആത്മതലം, ആ ആത്മതലം തുറന്നു വരുവാൻ, സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകുവാൻ പ്രാർത്ഥിക്കണം. കേട്ടോ, വീര്യതയോടെ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. ഷാദന, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്പിരിച്വൽ റിലം ഓപ്പൺ ആയി വരും. നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്പിരിച്വൽ റിലവുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകും. ആ കണക്റ്റഡ് ആകുന്ന സമയത്ത് നിങ്ങളുടെ മേൽ ദൈവം അതോറിറ്റി പകരും. ആ അതോറിറ്റി പകരുമ്പോൾ നിങ്ങൾ പ്രഖ്യാപിക്കുന്ന വചനമാണ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രവർത്തി കൊണ്ടുവരുന്നത്. ഷാര, ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുക്കുക. ദൈവവചനമെന്ന ആത്മാവിന്റെ വാളെടുക്കുക. തലകുമ്പിട്ട് നിൽക്കുന്ന വചനമല്ല, കോംപ്രമൈസ് ചെയ്യുന്ന വചനമല്ല. ആത്മാവിൽ സധൈര്യം, വിശ്വാസം പ്രഖ്യാപനം നടത്തുന്ന ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാളെടുക്കുക. ഈ കുടുംബങ്ങൾ മുഴുവൻ അബ്രഹാമിന്റെ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ കുടുംബങ്ങൾ മുഴുവൻ ക്രിസ്തുവെന്ന തലയോളം വിളിക്കപ്പെടുവാൻ, വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ കുടുംബം മുഴുവൻ ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക വളർച്ചകൾ അനുഭവിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ഇവരെ അവരായി പ്രഖ്യാപിക്കുകയാണ്. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഭവനങ്ങൾ മുഴുവൻ ആത്മാവിനാൽ, മഹത്വത്താൽ, തേജസ്സിനാൽ നിറയട്ടെയപ്പ. Shakabara, Prosheskana, Libavana, Proudavana, Hattaskana, Ribalkatam, Adana Proshas, Kambal Kadagam, Javanagada, Proudavanam, the Lagachabaramba, Proudavanam, the Lagatabara, Vaisha Proudam, Barabanagatam.
നാം അടുത്ത ഒരു വിഷയം കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ ഇപ്പോൾ അവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ തലമുറകളാണ് നാളത്തെ ദൈവരാജ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടിട്ടാണ് എഴുന്നേൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ മറ്റൊരു സ്വപ്നം കണ്ടിരുന്നു. ഇവിടെയൊക്കെ ഇത് യൗവനക്കാരെക്കുറിച്ച് പല കാഴ്ചകൾ കർത്താവ് എന്നെ ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാണിച്ചു. നമ്മുടെ യൗവനക്കാരും തെറ്റായ ബന്ധങ്ങളുടെ അകത്ത് പോയി പെടരുത്. ഭയങ്കര കർക്കശമായിട്ട് നമ്മൾ അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കെല്ലാം പറയാൻ പറ്റില്ല. ദൈവം കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ അറിയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പൊതുവിൽ പറയാനോ ചെയ്യാനോ പറ്റില്ല, കാണിക്കാനോ പറ്റില്ല. പല യൗവനക്കാരും ഈ കാലഘട്ടത്തിലുള്ള ആധുനിക കാലഘട്ടത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളിലൂടെ തെറ്റായ കാര്യങ്ങൾ കാണുകയും അങ്ങനെ വൈകാരികമായിട്ട് വികാരപരമായിട്ട് ആനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന തലമുറകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നിയമപരമായിട്ട് തെറ്റായി ചെയ്യുന്ന തലമുറകൾ വരെയുണ്ട്. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോലും ഇതിൻ്റെ പ്രസരണം ഭയങ്കരമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് ചെറിയ ക്ലാസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന കോളേജിലല്ല, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്കൂൾ കട്ട് ചെയ്ത് കൂട്ടുകാരുടെ കൂടെ, ആമ്പിള്ളേരുടെ കൂടെ കറങ്ങാൻ പോവുകയാണ്, തെറ്റായ തലത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. ഒരു കൊച്ച്, സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ച്, ഒരു അധ്യാപകൻ ചതിക്കുകയാണ് പിള്ളേരെ. ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. അത് പോട്ടെ. ഇങ്ങനൊരു വല്ലാത്ത ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രസരണം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്തേക്ക് വരുന്നു. നമ്മുടെ യൗവനക്കാരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കും? കർത്താവെ, ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ, ഞങ്ങളുടെ മക്കളെ അങ്ങ് കരുതണമേ കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് നേരെ സ്പിരിച്വൽ വാർഫെയർ ചെയ്യുന്നത്? ഈ കുഞ്ഞുങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഈ കുഞ്ഞുങ്ങളെ ദൈവഹിതത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ തലമുറകളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സ്പിരിച്വൽ വാർഫെയർ ചെയ്യുമ്പോൾ? അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വചനമെന്ന ആത്മാവിൻ്റെ വാളെടുക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തലമുറകളെ നോക്കി ഏത് വചനം പറയും? തലമുറകൾ ദൈവത്തെ വിട്ടു പോകുന്നു. ഒരാളൊന്നും മയക്കാൻ മൂടി ഇത് പറഞ്ഞ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയണ്ടേ? നിങ്ങളുടെ തലമുറകൾ ദൈവത്തെ വിട്ടകന്നു പോകുമ്പോൾ നിങ്ങൾ കരയുകയാണോ ചെയ്യുന്നത്? കരയണം, നിങ്ങൾക്ക് കരച്ചിൽ വന്ന് കരഞ്ഞോ കേട്ടോ. പക്ഷെ നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വളർച്ച ദൈവാത്മാവിനാൽ വളരാൻ തുടങ്ങിയാൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ കാണുവാനും ആ തലങ്ങൾ വെട്ടുവാനും നിങ്ങളുടെ മേൽ അധികാരം വ്യാപരിച്ചാൽ നിങ്ങൾ കരച്ചിൽ നിർത്തി നിങ്ങൾ ആത്മാവിൽ പോരാടാൻ, സ്പിരിച്വൽ വാർഫെയറിലേക്ക്, പ്രഖ്യാപനങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. എൻ്റെ ഒരു ചോദ്യം, ഒരാളൊന്ന് പറയാമോ? 1-2 പേര്, 2 പേര് പറയാമോ? 2 വചനങ്ങൾ. നിങ്ങളുടെ തലമുറകളുടെ മേലൊരു പ്രശ്നം വരുമ്പോൾ, നിങ്ങൾ സ്പിരിച്വൽ വാർഫെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ, തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ പ്രഖ്യാപിക്കാൻ പോകുന്ന വചനം ഏതാണ്? ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഞാൻ നിന്റെ മേൽ തന്ന എൻ്റെ ആത്മാവ്, നിന്റെ വായിൽ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ മേൽ നിന്നോ നിന്റെ സന്തതിയുടെ മേൽ നിന്നോ നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേൽ നിന്നോ ഒരു നാളും നീങ്ങിപ്പോകില്ല. കണ്ടോ, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, ഇവിടെ നമ്മൾ ദൈവവചനത്തിനകത്ത് നമ്മുടെ സന്തതികളെക്കുറിച്ച് ദൈവാത്മാവ് തിരുവചനത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പിൻ്റെ വചനം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു വചനം നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്ത വചനം ആരെങ്കിലും പറയുന്നുണ്ടോ? എൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. രണ്ടാമത് നമ്മളൊരു വചനം കൂടെ കേട്ടു. നമുക്ക് തന്നിരിക്കുന്ന മക്കൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും. കേട്ടോ, ഇവിടെ നമ്മൾ ഇത് വെറുതെ പറയരുത് കേട്ടോ. നമ്മുടെ അകത്ത് ഫെയ്ത്ത് വന്ന് എൻ്റെ തലമുറയെ ഞാൻ പിടിച്ചെടുക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശക്തനാണ് എന്ന വളർച്ച വരുന്നിട്ട് പറഞ്ഞാലേ കാര്യമുള്ളൂ. കരഞ്ഞുകൊണ്ട് പറയരുത്. പാകിസ്ഥാനെതിരെ യുദ്ധവുമായിട്ട് പോകുന്ന ഇന്ത്യൻ പട്ടാളക്കാർ കരഞ്ഞുകൊണ്ടല്ല യുദ്ധം ചെയ്യണേ. അവൻ്റെ ചങ്കത്ത് നോക്കി വെടിവെക്കുക.
ചിലപ്പോൾ ഈ ഹിമാലയത്തിൽ കൊണ്ട് മടക്കുന്ന നേരത്ത് എനിക്കറിയില്ല കേട്ടോ അതൊരു സ്ഥലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ചിലപ്പോൾ ഇങ്ങോട്ട് വല്ല വെടിയേക്കുകയോ നടക്കുമ്പോൾ ചിലപ്പോൾ കാല് മുറിയുകയോ ചിലപ്പോൾ വല്ല എന്ത് വേദനയുണ്ടെങ്കിലും യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ ശത്രുവിൻ്റെ ചങ്കാണ്, ശത്രുവിൻ്റെ നെഞ്ചാണ് അവൻ്റെ ലക്ഷ്യം. ഇതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമുണ്ടാകും, വേദനയുണ്ടാകും, അതൊന്നും മുഖത്തും ഒന്നും പ്രകടിപ്പിക്കരുത്. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. ഇനി 1-2 പേരും കൂടെ പറയാമെങ്കിൽ പറഞ്ഞോ. 1-2 പേരും കൂടെ കേൾക്കട്ടെ. നിങ്ങളുടെ അകത്തുള്ള വചനങ്ങൾ വരട്ടെ. നല്ല രസകരമായ വചനങ്ങൾ വരുന്നു. ഇനിയുണ്ടോ ആരെങ്കിലും പറയാൻ? നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുകയില്ല. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ. കണ്ടോ? അപ്പം നമ്മുടെ അവകാശമാണ് നമ്മുടെ തലമുറ. അപ്പം ദൈവം നൽകുന്ന അവകാശമാണ് നമ്മുടെ തലമുറ എന്നൊരു വാക്യം ഉണ്ടല്ലോ. ആ വാക്യം എവിടെയാ? ആ വാക്യം ആർക്കെങ്കിലും പറയാവോ? ഈ വാക്യം വേണി കണ്ടോ? മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരബലം അവൻ നൽകുന്ന പ്രതിഫലവും തന്നെ. അപ്പം നിങ്ങളുടെ തലമുറകൾ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശമാണ്. ആ അവകാശത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വീര്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ആത്മാവിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുക്കുന്നവൻ ആത്മാവിൻ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്ത് പ്രഖ്യാപിക്കുക. ഇത് നമ്മുടെ തലമുറകളുടെ മേൽ മാത്രമല്ലെന്നേ, ഇനിയില്ലേ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, അടുത്ത യൗവന ലോകത്തെക്കുറിച്ച്, സന്തതികളെക്കുറിച്ച് ബൈബിൾ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ അകത്ത് എപ്പോഴെങ്കിലും സ്പർശനീയമായാൽ ആ വചനങ്ങൾ കുറിച്ചു വയ്ക്കുക. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവാത്മാവുമായി ഒരു ഇൻറ്റിമസിയിൽ വന്ന നിങ്ങളുടെ മുറിക്കകത്തെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി നിൽക്കുന്നു എന്ന് വെളിപ്പാട് വരുമ്പോൾ നിങ്ങൾ കർത്താവിനെ ശക്തിയോടെ ആരാധിച്ച് ആ ആത്മതലം തുറന്നു നിൽക്കുന്നു ബോധ്യം വരുമ്പോൾ കരച്ചിൽ മാറ്റുക, ദൈവവചനമെന്ന വാളെടുത്ത് പ്രഖ്യാപിക്കുക. നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉയർച്ച നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്, നിങ്ങളുടെ പ്രഖ്യാപനത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ പലതാണ്, പല സാഹചര്യമാണ്. സമയം പോയി, പല സാഹചര്യം പലതാണ്. ഒന്ന് നിങ്ങളെ സാഹചര്യത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു വിജയം ആവശ്യമായി വരുന്നത് അവിടേക്ക് നോക്കിയ വചനം പ്രഖ്യാപിച്ച് വചനം ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക. തുറന്നു നിൽക്കുന്ന ഈ ആത്മതലത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് കേട്ടോ. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. കർത്താവ് ഞങ്ങളുടെ തലമുറകൾ ഓരോരുത്തരുടെ മേലും കർത്താവേ ഈ തലം തുറന്നു വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ തലമുറകൾ യഹോവയ്ക്കുള്ളതാണ്. ഞങ്ങൾക്ക് തന്ന അവകാശമാണ് ഞങ്ങളുടെ തലമുറകൾ. ഞങ്ങളുടെ സന്തതിയെ ഉപദേശിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സന്തതിയെ തിരിച്ച് ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ പുത്രന്മാരെ ഞാൻ ശേഖരിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ പുത്രന്മാരെ ഞാൻ മടക്കി വരുത്തുമെന്ന് പറഞ്ഞ കർത്താവ്, ഇന്ന് രാവിലെ അവർ മടങ്ങി വരേണ്ടവനായി, അവർ ശേഖരിക്കപ്പെടേണ്ടവനായി, അവർ അനുഗ്രഹമാകേണ്ടവനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാവിലേക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ അല്പനേരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ അവസ്ഥകളുടെ നടുവിൽ ഞങ്ങളെ വളർത്തുന്ന, ഞങ്ങളെ ജയിപ്പിക്കുന്ന കർത്താവിനെ ഓർത്ത്, കർത്താവിൻ്റെ വചനമോർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളുടെ നടുവിലും എന്തിനേയും ഞങ്ങൾ ദൈവസ്നേഹത്താൽ ജയിക്കും എന്ന് പൗലോസ് പറഞ്ഞ വാക്കുകൾ, വചനങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ആ ധ്യാനം, ആ ഉറപ്പ് ഞങ്ങളുടെ അകത്ത് പകരുന്ന അധികാരമുണ്ടല്ലോ. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ
തിരുവചനത്തിനകത്തുള്ള സത്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുകയായിരുന്നല്ലോ. ഞങ്ങൾ പ്രഖ്യാപിച്ച സത്യത്തിൻ്റെ വെളിപ്പാട് പ്രകാരം ഞങ്ങളുടെ തലമുറകളെ മുഴുവൻ ആ സത്യം സ്വാധീനിക്കുവാൻ, അവരെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലേക്ക് മടങ്ങി വരുവാൻ, അവരെല്ലാവരും ദൈവത്താൽ വളർച്ച പ്രാപിപ്പാൻ, അവരെല്ലാവരും ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, അവരെല്ലാവരും ദൈവസ്നേഹത്തിൽ നിറയപ്പെടുവാൻ, അവരെല്ലാം ദൈവിക ഹോളിയിൽ വളർച്ച പ്രാപിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാർച്ച് മാസം 31-ാം ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചല്ലോ. ഒരു മാസം മുഴുവൻ ഞങ്ങളെ നടത്തിയവനായ സ്തോത്രം. ഈ വർഷത്തിൻ്റെ 3 മാസം പൂർത്തീകരിപ്പം ഞങ്ങൾ നൽകിയ കൃപയ്ക്കായ സ്തോത്രം. 4-ാം മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവിക ഉത്സവങ്ങൾ, ദൈവത്താലുള്ള ആനന്ദങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയേണ്ടവനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർ, വഴികളടഞ്ഞവർ, തകർന്നിരിക്കുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കർത്താവേ. ഊഴിയ വിചാരകന്മാരുടെ പീഡകൾ അവസാനിപ്പിക്കുവാൻ പിതാക്കന്മാരോടുള്ള ഉടമ്പടിയെ ഓർത്തിറങ്ങി വരുന്ന കർത്താവിൻ്റെ കരം ഞങ്ങളുടെ തലമുറകളായിരിക്കുന്ന രാജ്യങ്ങളുമിൽ ഇറങ്ങി വരുവാൻ, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ സ്പർശിക്കുവാൻ ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവിക പ്രൊട്ടക്ഷൻ്റെ പുതപ്പ് ഈ കുടുംബങ്ങളുടെ മേലെല്ലാം വീഴട്ടെ കർത്താവ്. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവരെല്ലാവരും സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ, സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വീണ്ടും ഞങ്ങൾക്ക് സമയം കണ്ടെത്തി തിരുവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും എപ്പോഴും ആത്മാവിൽ നിറഞ്ഞിരിപ്പാനും ഞങ്ങളുടെ മേൽ കൃപ പകരണമേ കർത്താവേ. ഞങ്ങളുടെ ആത്മമനുഷ്യൻ സജീവമാകട്ടെ. പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം ഞങ്ങളുടെ അകത്ത് നടക്കട്ടെ. ദൈവജ്ഞാനത്തിൻ്റെ നിറവ് ഞങ്ങളുടെ അകത്ത് തുറക്കണമേ. ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്ക് സ്തോത്രം ചെയ്യുന്നു. മഹിമ കുഞ്ഞാണ് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.